സോഹോ ബുക്സിലൂടെ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് വളരെ ഈസി ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഒരു 5 സ്റ്റേജിലൂടെ ഒരു കമ്പനിയുടെ ബേസിക് സെറ്റപ്പ്, പർച്ചേസ് ആൻഡ് എക്സ്പെൻസസ്, സെയിൽസ് ട്രാൻസാക്ഷൻസ്, ബാങ്ക് റീകൺസിലേഷൻ, കൂടാതെ റിപ്പോർട്ടിംഗ്. ഹായ്, ഐ എം CMS Sajin, a practicing cost accountant and founder of Safe Business Solutions, an accounting firm based in Kerala. With 11 years of experience in accounts and finance, I have worked with multiple companies, SMEs, and startups, setting up their accounts from day one. I'm also a co founder of Safe Institute of Commerce, a practical accounting institute based in Malappuram. സോ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ സോഹോയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഓർഗനൈസേഷൻ്റെ പേര് നമ്മളിവിടെ മലബാർ ട്രേഡേഴ്സ് ആണ്. ഓക്കെ, മലബാർ ട്രേഡേഴ്സിൻ്റെ ഇൻഡസ്ട്രി ട്രേഡിംഗ് ആണ്. ഏജൻസി ഓർ സെയിൽസ് ഹൗസ് സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. ഓർഗനൈസേഷൻ അഡ്രസ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം മലപ്പുറം കൗങ്ങൽ ബൈപ്പാസ്, മലപ്പുറം 7505. കറൻസി ഇന്ത്യൻ റുപ്പിയാണ്. ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് GSTയിൽ. സോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, യെസ് കൊടുക്കുക. നമ്മുടെ GST നമ്പർ കൊടുക്കാം, 32. ഞാനൊരു സാമ്പിൾ GST ആണ് കൊടുക്കുന്നത്, ഒറിജിനലല്ല. ഓക്കെ, സോ ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മൾ മലബാർ ട്രേഡേഴ്സിൻ്റെ കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ ഇത് ഒരു പ്രീമിയം ട്രയൽ പ്ലാനിലാണ് നമുക്ക് സോഹോ ഫസ്റ്റ് തരാം. 14 ദിവസത്തെ ട്രയൽ പ്ലാൻ ഉണ്ടായിരിക്കും. ഇതിൽ പ്രീമിയം പ്ലാനാണ്. ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. നമ്മുടെ ബേസിക് കാര്യങ്ങളെല്ലാം ഇപ്പോൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലേക്ക് പോവാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലേക്ക് പോകാൻ അക്കൗണ്ടൻ്റ് എന്നുള്ള ടാബിലേക്ക് പോവാം. ദെൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. സോ സോഹോ ഡിഫോൾട്ടായിട്ട് ഒരുപാട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സെയിൽസ്, പർച്ചേസ്, അത്യാവശ്യം വേണ്ട എക്സ്പെൻസുകൾ കാര്യങ്ങളെല്ലാം ഇതിലുണ്ടായിരിക്കും. GSTയുടെ ലെഡ്ജേഴ്സ് നമ്മൾ GST എനാബിൾ ചെയ്തുകൊണ്ടാണ് ഈ GSTയുടെ ലെഡ്ജേഴ്സ് എല്ലാം വന്നത്. അല്ലെങ്കിൽ GSTയുടെ ലെഡ്ജേഴ്സ് ഒന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അത്യാവശ്യം എല്ലാ എക്സ്പെൻസുകളും ഇൻകം ഹെഡുകളും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്പെൻസ് ഹെഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ഒരു സബ് അക്കൗണ്ട് പോലെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്യാഷ് അക്കൗണ്ടും പെറ്റി ക്യാഷ് അക്കൗണ്ടും ഇവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു ബാങ്ക് അക്കൗണ്ടാണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് SBIയിലെ കറണ്ട് അക്കൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ SBI കറണ്ട് അക്കൗണ്ട് നമ്പർ EFSC കറൻസി INR തന്നെയാണ്. സോ സേവ് ചെയ്യാം. നമ്മൾ ബാങ്ക് അക്കൗണ്ടും സേവ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്കിനി കസ്റ്റമറേയും വെണ്ടറേയും ഐറ്റവും ക്രിയേറ്റ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ വെണ്ടറെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ പർച്ചേസസിൽ പോവുക, വെൻഡേഴ്സിൽ പോവുക. സോ നല്ലൊരു നമുക്ക് വെൻഡേഴ്സ് ഒന്നുമില്ല. സോ ക്രിയേറ്റ് ന്യൂ വെൻഡേഴ്സ് കൊടുക്കുക. സോ നിങ്ങളൊരു ഫസ്റ്റ് വെൻഡറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൻഡേഴ്സ് എല്ലാം ഇവിടെ ലിസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഓപ്ഷൻ കാണില്ല. അപ്പോൾ ഇവിടെ ന്യൂ ആണ് ക്ലിക്ക് ചെയ്യാൻ. സോ നമ്മൾ ന്യൂ വെൻഡറെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വെൻഡറുടെ പേര്, സോ നമ്മളിവിടെ കേരള, ഇവിടെ നമ്മൾ കോണ്ടാക്ട് പേര് കൊടുക്കുന്നത്. സോ മിസ്റ്റർ അരുൺ കൊടുക്കാം. കമ്പനിയുടെ പേര് കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ വെണ്ടർ ഇമെയിൽ ID കൊടുക്കാം. സോ നിലവിൽ ഇമെയിൽ ID ഒന്നും നമ്മുടെ
കയ്യിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇവിടെ മൊബൈൽ നമ്പറും കൊടുക്കാം. സോ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് ഡയറക്റ്റായിട്ട് അവർക്ക് അയക്കാൻ പറ്റും. അതേപോലെ മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാട്സപ്പായിട്ടെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അവർക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം വാട്സപ്പിലും കൊടുക്കാൻ പറ്റും. സോ തൽക്കാലം ഞാൻ രണ്ടും ആഡ് ചെയ്തിട്ടില്ല. ഇനി താഴെ അതർ ഡീറ്റെയിൽസിൽ GST ട്രീറ്റ്മെൻറ്റ്, ഈ വെണ്ടറുടെ GST ട്രീറ്റ്മെൻറ്റ് എന്താണെന്നാണ് നോക്കുന്നത്. അത് രജിസ്റ്റേർഡ് വെണ്ടർ, അൺരജിസ്റ്റേർഡ് വെണ്ടർ കോമ്പോസിഷൻ, പിന്നെ എക്സ്പോർട്ടർ, ടാക്സ് ഡിഡക്ടർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. സോ നമ്മളിവിടെ രജിസ്റ്റേർഡ് വെണ്ടർ ബിസിനസ് റെഗുലർ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. കൊടുത്തു. ഇനി നമ്മളിവിടെ ആളുടെ GST നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, GST നമ്പർ 32 DTDDD 0000 D1Z5. സോ ഇതൊരു സാമ്പിൾ നമ്പറാണ്. നമ്മൾ ഇവിടെ ഒരു ആക്ച്വൽ നമ്പറൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഇവിടെ ടാക്സ് പെയർ ഡീറ്റെയിൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആളുടെ പേരിൽ രജിസ്ട്രേഷൻ ഒന്നുമില്ല. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആളുടെ ഡീറ്റെയിൽസ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു പോപ്പപ്പ് മെനുവിൽ കയറി വരും. ഓക്കെ, വേറെ കാര്യങ്ങളും ഇപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാനില്ല. ഇനി വെണ്ടർ അഡ്രസ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ അഡ്രസ്സൊന്നും ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. സ്റ്റേറ്റ് കേരള, ഇത് മാൻഡേറ്ററി ആണ്. കാരണം ഇയാൾ ഇൻ്റർ സ്റ്റേറ്റ് ആണോ അതോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സിസ്റ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ് കൊടുക്കൽ നിർബന്ധമാണ്. സോ അതുകൊണ്ടാണ് നമ്മളോട് സ്റ്റേറ്റ് കൊടുത്തത്. പിൻ കോഡും കൊടുക്കാം. ഓക്കെ, സോ സേവ് ചെയ്യുന്നു. സോ വെണ്ടറെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിനായിട്ട് സെയിൽസിലേക്ക് പോവാം. കസ്റ്റമറെ സെലക്ട് ചെയ്യുക. ഇവിടെ ന്യൂ കൊടുക്കുക. സോ അർജുൻ രാജ്. സോ കസ്റ്റമർ നമ്മളിപ്പോൾ ഫസ്റ്റ് കസ്റ്റമർമാർ രാഹുൽ. സോ അതൊരു ഇൻഡിവിജ്വലാണ്, അതുകൊണ്ട് നമ്മൾ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസിലും രാഹുലിൻ്റെ പേരിനാണ് കൊടുക്കുന്നത്. സോ രാഹുൽ സ്റ്റോഴ്സ്, ഡിസ്പ്ലേ നെയിമിൽ രാഹുൽ സ്റ്റോഴ്സ് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഫോൺ നമ്പറൊന്നും തൽക്കാലം നമ്മൾ കൊടുക്കുന്നില്ല. GST ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ റെഗുലർ കൊടുക്കുക. GST നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും. പാൻ കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി വരും. അഡ്രസ്സ് അതുപോലെ തന്നെ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ കോപ്പി ബില്ലിംഗ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ബില്ലിംഗ് അഡ്രസ്സ് തന്നെ ഷിപ്പിംഗ് അഡ്രസ്സിങ് കയറി വരും. ഓക്കെ, സോ നമ്മൾ സേവ് ചെയ്തു. കസ്റ്റമറും ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഐറ്റം ആണ്. സോ ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. ഐറ്റംസിലേക്ക് പോവുക. ഐറ്റംസ് സെലക്ട് ചെയ്യുക. ന്യൂ ഐറ്റം കൊടുക്കുക. സോ ഐറ്റത്തിൻ്റെ പേര് നമ്മൾ കേരള സ്പൈസസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ കേരള സ്പൈസസ്. അത് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഗുഡ്സ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കിലോയിലാണ് അതിന് ചെയ്യുന്നത്. സോ കിലോഗ്രാം അടിച്ചു കൊടുക്കുക. സോ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എല്ലാം ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സം നമ്പേഴ്സ് പോലുള്ള യൂണിറ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് പീസസ് യൂസ് ചെയ്താലും മതി. സോ ഇതിൻ്റെ HSN കോഡ് 0910 ടാക്സബിൾ ആണ്. സെല്ലിംഗ് പ്രൈസ് വരുന്നത് 500 റുപ്പീസാണ്. ഓക്കെ, ബൈയിങ് പ്രൈസ് വരുന്നത് 350 റുപ്പീസാണ്. ഇവിടെ സെയിൽസിൻ്റെ അക്കൗണ്ട്സ് ഡിഫോൾട്ടായിട്ട് സെയിൽസ് എല്ലാം സെലക്ട് ആയി വന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സോളും സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ റേറ്റ് ആണ് അവർ ചോദിക്കുന്നത്. 5% ആണ്. ഇൻ്റർ സ്റ്റേറ്റ് റേറ്റും 5%. ഓക്കെ, സേവ് ചെയ്തു. സോ നമ്മളിവിടെ അത്യാവശ്യം വേണ്ട മാസ്റ്റേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പർച്ചേസ് ചെയ്യുന്ന എൻട്രി എങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് പർച്ചേസസിലേക്ക് പോവാം.
ബിൽസിലേക്ക് പോവുക. ഓക്കെ, ക്രിയേറ്റ് ബില്ല്. ഇതിപ്പോൾ നിലവിൽ ബില്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ബില്ല് ഇവിടെ വന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ക്രിയേറ്റ് ബില്ല് പോവുക. സോ വെണ്ടർ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച വെണ്ടർ ഉണ്ട്, കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. സെലക്ട് ചെയ്യുക. ആളുടെ അഡ്രസ്സ് GST നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. ഓക്കെ, സോ ആളുടെ ഇൻവോയ്സ് നമ്പർ സെലക്ട് ചെയ്യുക. സോ നമ്മളിവിടെ ഇൻവോയ്സ് നമ്പർ KD 2025-001. ഓക്കെ, ഇൻവോയ്സിൻ്റെ ഡേറ്റ് 1 ഏപ്രിൽ 2025. ഓക്കെ, ഡ്യൂ ഡേറ്റും 2025. ഡ്യൂ ഡേറ്റ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിഫോൾട്ടായിട്ട് കുറേ ഡ്യൂ ഡേറ്റ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നെറ്റ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡ്യൂ ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അക്കൗണ്ട്സ് പേയബിൾ ഓട്ടോമാറ്റിക് ഉണ്ടാവും. സബ്ജക്റ്റ് ഇവിടെ എന്തെങ്കിലും നമുക്ക് ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഐറ്റം സെലക്ട് ചെയ്യുക. കേരള സ്പൈസസ് ആണ്. ഇതിൻ്റെ പർച്ചേസ് റേറ്റ് വരുന്നത് 350 നമ്മൾ 525 കിലോനാണ് വാങ്ങുന്നത്. ഓക്കെ, സോ 30 കിലോ മതി, കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റ് ആകണ്ട. സോ 30 കിലോ നമ്മൾ വാങ്ങി. ടോട്ടൽ അതിൻ്റെ നെറ്റ് പ്രൈസ് വരുന്നത് 10,500 റുപ്പീസാണ്. അതിൻ്റെ GST 5%, 2.5% SGST, 2.5% CGST ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. 525 റുപ്പീസാണ് എൻ്റെ ടാക്സ് വരുന്നത്. ടോട്ടൽ എമൗണ്ട് 11,025 റുപ്പീസ്. ഓക്കെ, സേവ് ആസ് ഓപ്പൺ കൊടുക്കാം. സോ നമ്മളൊരു പർച്ചേസ് ബില്ല് എൻട്രി ചെയ്തു. സോ നമ്മൾ പർച്ചേസ് ബില്ല് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് ബില്ലിൻ്റെ സ്കാൻ കോപ്പി ഇവിടെ അപ്ലോഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻസിൽ പോയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കെപ്പോൾ ഈ പർച്ചേസ് ബില്ല് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സിൽ കാണാൻ പറ്റും. സോ നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. പർച്ചേസ് ബില്ല് അടിച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് സെയിൽസ് ബില്ല് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെയിൽസ് ഇൻവോയ്സിലേക്ക് പോവുക. അതിൽ ഇൻവോയ്സസ് എടുക്കുക, ന്യൂ ഇൻവോയ്സസ് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഒരു ബേസിക് കുറച്ച് സെറ്റിങ്സ് ഫസ്റ്റ് ടൈം നിങ്ങൾ ബില്ലടിക്കുന്ന സമയത്ത് സെറ്റ് ചെയ്യാനുണ്ടാവും. അത് എന്താണെന്ന് നോക്കാം. അത് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് ഗിവ് ഡിസ്കൗണ്ട് കൊടുക്കാം. ഓരോ ലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന് മൊത്തത്തിൽ ഒരു ഇൻവോയ്സിന് മൊത്തത്തിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഡിസ്കൗണ്ട് ബിഫോർ ടാക്സ് ആണോ ആഫ്റ്റർ ടാക്സ് ആണോ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. സോ നോർമലി ഒരു പ്രൈസ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ ആണെങ്കിൽ അത് ആഫ്റ്റർ ടാക്സ് ആയിരിക്കും. നമുക്ക് ആഫ്റ്റർ ടാക്സ് കൊടുക്കാം. പിന്നെ അഡീഷണൽ ചാർജസ്, ഷിപ്പിംഗ് ചാർജ് അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. അതിൻ്റെ SIC കോഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 500 റുപ്പീസാണെന്ന് പറഞ്ഞു. സോ 500 റുപ്പീസിൻ്റെ അകത്ത് ടാക്സ് ഇൻക്ലൂസീവായിട്ടാണ് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 500 അതിൽ ടാക്സ് ഇൻക്ലൂഡറാണ്. അപ്പോൾ സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്കിംഗ് ബാക്ക് ചെയ്തിട്ട് അതിൻ്റെ GST കാൽക്കുലേറ്റ് ചെയ്യും. ആ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂസീവ് കൊടുക്കാം. അല്ല, ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റ് 500 അതിൻ്റെ മുകളിൽ ടാക്സ് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ ടാക്സ് എക്സ്ക്ലൂസീവ് കൊടുക്കാം. ഇനി അറ്റ് ദ ടൈം ഓഫ് ഇൻവോയ്സിങ് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യണമെന്ന്, ഓരോ പ്രോഡക്റ്റിനും സെപ്പറേറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻക്ലൂസീവ് ഓർ എക്സ്ക്ലൂസീവ് കൊടുക്കാം. സോ നോർമലി പ്രോഡക്റ്റിൻ്റെ കേസിൽ നിങ്ങൾ ഈ ഇൻക്ലൂസീവ് ഓർ എക്സ്ക്ലൂസീവ് കൊടുക്കുന്നത് റിസ്ക് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളത് പ്രോഡക്റ്റിൻ്റെ പ്രൈസും സെല്ലിംഗ് പ്രൈസൊക്കെ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോ നമ്മൾ ഒന്നുകിൽ ഇൻക്ലൂഡിങ് ടാക്സ് ഉള്ള പ്രൈസ് ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ എക്സ്ക്ലൂഡിങ് ടാക്സ് ഉള്ള പ്രൈസ് ആയിരിക്കും സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ 500 പ്ലസ് ടാക്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഐറ്റം മാസ്റ്ററിൽ നമ്മൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളിത് ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് അക്കൗണ്ടൻസ് ബൈ മിസ്റ്റേക്കിൽ ഇത് ഇൻക്ലൂസീവ് സെലക്ട് ചെയ്തിട്ട് 500 കൊടുത്തു കഴിഞ്ഞാൽ
സോ 500 വർക്കിംഗ് ബാക്ക് ചെയ്തിട്ട് അതിൻ്റെ GST കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബില്ലടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണ് ഇൻവോയ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനാണ് റൗണ്ട് ഓഫ്. റൗണ്ട് ഓഫ് ഹോൾ നമ്പറിലേക്ക് കൊടുത്തു. ഓക്കെ. സെയിൽസ് പേഴ്സൺ ആഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ആഡ് ചെയ്യണം. ഓക്കെ. യെസ്. ഇനി നമ്മളിവിടെ നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച കസ്റ്റമറെ സെലക്ട് ചെയ്യുക. ഇൻവോയ്സ് നമ്പർ സോ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇൻവോയ്സിൻ്റെ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ആണ്. സോ ഞാനത് മാറ്റിയിട്ട് സെയിൽസ് ഇൻവോയ്സ് നമ്മളൊരു 5/4/2025 കൊടുത്തു. ഓക്കെ. ഡ്യൂ ഓൺ റെസീറ്റ് ആണ്. അക്കൗണ്ട്സ് റിസീവബിളിലേക്കാണ് പോകേണ്ടത്. ഇനി ഐറ്റം കേരള സ്പൈസസ് ആണ് നമ്മൾ സെല് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 500 രൂപേൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. നമ്മളിവിടെ സെല്ല് ചെയ്യുന്നത് 10 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. സോ 5000 പ്ലസ് അതിൻ്റെ GST ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ടോട്ടൽ 5250. ഓക്കെ. ഇനി ഇവിടെ സേവ് ആൻഡ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ആവുകയും ചെയ്യും. ഇതിവിടെ മാർക്ക് സെൻഡ് ആയിട്ട് കിടക്കുകയും ചെയ്യും. സോ നമ്മൾ തൽക്കാലം അത് കൊടുക്കുന്നില്ല. സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ഓക്കെ. ഹിയർ ഈസ് എൻ ഇഷ്യൂ. നമ്മൾ സോഹോ ഡിഫോൾട്ടായിട്ട് വരുന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് SAC കോഡ് 6 ഡിജിറ്റ് വേണം എന്നുള്ളതാണ്. നമ്മളിവിടെ 4 ഡിജിറ്റേ കൊടുത്തുള്ളൂ. സോ നമ്മൾ 6 ഡിജിറ്റ് ആക്കുന്നു. ഓക്കെ. സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ഇത് മാർക്ക് സെൻഡ് കൊടുത്തു. സോ സെയിൽസ് ഇൻവോയ്സും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മളിതിൻ്റെ പേയ്മെൻറ്റ്സും റെസീറ്റ്സും എങ്ങനെയാണ് എൻ്റർ ചെയ്യാൻ നോക്കാം. സോ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു സെയിൽസ് ഇൻവോയ്സും കൂടി എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ. സോ ഒരു സെയിൽസ് ഇൻവോയ്സും കൂടി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകണം. അത് പുതിയൊരു കസ്റ്റമറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ നമ്മൾ നിലവിൽ ആൾറെഡി ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തു. ഇത് രണ്ടാമത്തെ കസ്റ്റമറാണ്. ഇയാളുടെ പേര് മിസ്റ്റർ അർജുൻ. ഓക്കെ. ചെന്നൈ മാർട്ടിലേക്ക്. ഇതൊരു ഇൻ്റർ സ്റ്റേറ്റ് സെയിലാണ്. ഓക്കെ. ഇമെയിൽ ഐ ഡി ഒന്നും കൊടുക്കുന്നില്ല. രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലറാണ്. ഇയാളുടെ GST നമ്പർ വരുന്നത് 33 ആണ്. തമിഴ്നാടിൻ്റെ കോഡ്. ഓക്കെ. അഡ്രസ്സ് നമ്മൾ തമിഴ്നാട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ. സേവ് ചെയ്യുന്നു. ഇനി ഇൻവോയ്സിൻ്റെ ഡേറ്റ് വരുന്നത് 8/4/2025 ഡ്യൂ ഓൺ റെസീറ്റ് ആണ്. പ്രൊഡക്റ്റ് കേരള സ്പൈസസ്. സെല് ചെയ്യുന്ന ക്വാണ്ടിറ്റി 8 കിലോ ആണ്. ഓക്കെ. സോ 4,200. ഓക്കെ. സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. സെയിം ഇഷ്യൂ നമ്മൾ 6 ഡിജിറ്റ് കോഡ് കൊടുക്കണം. ഓക്കെ. സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. മാർക്ക് സെൻഡ് കൊടുക്കുന്നു. ഓക്കെ. സോ ഇനി അടുത്ത ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നടത്തിയ ബിൽസിൻ്റെ പേയ്മെൻ്റ് ആണ്. സോ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ആ ബില്ല് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, റെക്കോർഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുക്കുക. പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ് ബാങ്ക് ട്രാൻസ്ഫറാണ് ചെയ്ത ഡേറ്റ് 1 ഏപ്രിൽ 2025. ഓക്കെ. പെയ്ഡ് ത്രൂ
നമ്മുടെ SBI കറണ്ട് അക്കൗണ്ട് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തത്. ഓക്കെ, സേവ് ആസ് പെയ്ഡ്. സോ ഇവിടെ എൻ്റെ സ്റ്റാറ്റസ് പെയ്ഡ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഇനി നമ്മൾ ഒരു എക്സ്പെൻസ് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ എക്സ്പെൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസസിൽ പോവുക, എക്സ്പെൻസിൽ പോവുക, ഇവിടെ ന്യൂ എക്സ്പെൻസസ് എടുക്കുക. സോ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു റെൻ്റാണ്. നമ്മൾ ഷോപ്പിൻ്റെ റെൻറ്റ് കൊടുക്കുകയാണ്. ഈ മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. സോ റെൻ്റ് എക്സ്പെൻസസ്, എമൗണ്ട് വരുന്നത് 8,000 റുപ്പീസാണ്. പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്കിലൂടെ തന്നെയാണ്. ഓക്കെ, SSC കോഡൊന്നുമില്ല, നമ്മൾ അൺരജിസ്റ്റേർഡ് വെണ്ടർക്കാണ് കൊടുക്കുന്നത്. സോ ഇവിടെ ഒന്നും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വെണ്ടറൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇൻവോയ്സ് നമ്പറും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എക്സ്പെൻസ് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിൽസിനെ പേയ്മെൻറ്റ് റിസീവ് ചെയ്തതിൻ്റെ എൻട്രിയാണ് ഇടാൻ പോകുന്നത്. അതിന് സെയിൽസിലേക്ക് ഇൻവോയ്സിലേക്ക് പോവാം. ഫസ്റ്റ് രാഹുലിൻ്റെ ഇൻവോയ്സ് എടുക്കുക, ഇവിടെ റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത ഡേറ്റ് 5/4/2025. ഓക്കെ, പേയ്മെൻറ്റ് മോഡ് ബാങ്ക് ട്രാൻസ്ഫർ ആണ്. ഡെപ്പോസിറ്റഡ് ടു SBI കറണ്ട് അക്കൗണ്ട്. ഓക്കെ, പെയ്ഡ്. അതുപോലെ നെക്സ്റ്റ് ചെന്നൈ മാർട്ടിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുക്കുക. ട്രാൻസാക്ഷൻ കിട്ടിയ ഡേറ്റ് 8 ഏപ്രിൽ 2025. മോഡ് ബാങ്ക് ട്രാൻസ്ഫർ, ഡെപ്പോസിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്, സേവ് ചെയ്തു. സോ നമ്മളിപ്പോൾ ചെയ്തത് 2 സെയിൽസ് ഇൻവോയ്സ് അടിച്ചു, അതിൻ്റെ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു. ഒരു പർച്ചേസ് ഇൻവോയ്സ് അടിച്ചു, അതിൻ്റെ പേയ്മെൻറ്റും റെക്കോർഡ് ചെയ്തു. ഓക്കെ, സോ നിങ്ങളിപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസാണ്. പർച്ചേസ് 1-ാം തീയതി പർച്ചേസ് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റും കൊടുത്തു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി 11,025 രൂപ ഒന്നുമില്ലാതെ പെട്ടെന്ന് കൈനിർത്തി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ഈ കമ്പനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ആൾറെഡി ഉണ്ടായിരുന്നു. സോ ആ ക്യാഷ് എവിടെ നിന്ന് വന്നു? അത് ഇതിൻ്റെ ഓണർ ഡെപ്പോസിറ്റ് ചെയ്തു. സോ നിങ്ങളിവിടെ ബാങ്കിങ്ങിൽ പോയിട്ട് SBI കറണ്ട് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ബാലൻസ് മൈനസ് ആണ്. 9,500 റുപ്പീസ് മൈനസ് ആണ്. സോ ഇങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ ഒരു എമൗണ്ട് ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻട്രി നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബാങ്കിങ്ങിൽ പോവുക, ഏതാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഇവിടെ ആഡ് ട്രാൻസാക്ഷൻ കൊടുക്കുക, എന്നിട്ട് മണി ഇന്നിലേക്ക് പോയിട്ട് ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ എടുക്കുക. ഓക്കെ, ഇനി ഇവിടെ ഓണേഴ്സ് ഇക്വിറ്റി എടുക്കുക. ഇവിടെ ഡേറ്റ് എന്നാണ് ഇയാൾ എമൗണ്ട് കൊണ്ടുവന്നത്. ഫസ്റ്റ് ഏപ്രിൽ 2025. ഓക്കെ, 25,000 റുപ്പീസ് അയാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബാങ്കിലേക്കാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരിക, കാരണം നമ്മൾ ബാങ്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻ എടുക്കുന്നത്. ഓക്കെ, സോ എമൗണ്ട് അക്കൗണ്ടിലുള്ള ബാലൻസ് ഇപ്പോൾ 15,425 റുപ്പീസാണ്. ബാങ്ക് ബാലൻസ് പോസിറ്റീവാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും അടിച്ചു കഴിഞ്ഞു. നമ്മൾ പർച്ചേസ് അടിച്ചു, സെയിൽസ് അടിച്ചു, അതിൻ്റെ പേയ്മെൻറ്റ്സ് അടിച്ചു, റെസീറ്റ് അടിച്ചു, അതുപോലെ എക്സ്പെൻസ് അടിച്ചു, പിന്നെ ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനും എൻട്രി അടിച്ചു. ഇനി ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ബാങ്കിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി ഈ ട്രാൻസാക്ഷൻസും നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള റീകൺസിലേഷൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മളിപ്പോൾ ബാങ്കിങ്ങിലാണ് നിൽക്കുന്നത്. ബാങ്കിങ്ങിലേക്ക് പോവാം, എന്നിട്ട് SBI നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ,
സോ ഇതാണ് നമ്മളിപ്പോൾ മാനുവലി ആഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഈ 6 ട്രാൻസാക്ഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് ടോപ്പ് റൈറ്റിൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ നമ്മൾ ഫയൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് സാമ്പിൾ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതിൽ ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആ ടെംപ്ലേറ്റിലേക്ക് സെറ്റാക്കി വെക്കുക. ഞാനിപ്പോൾ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ചൂസ് ഫയൽ കൊടുക്കുക, ഫ്രം ഡെസ്ക്ടോപ്പ് കൊടുക്കുക. നമ്മുടെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ. കോളം ഡബിൾ കോളം ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ. ഇനി അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഫീൽഡെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ട് വരും. ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ. ഇവിടെ ലൈൻസ് റെഡി ടു ബി ഇമ്പോർട്ടഡ്, അതായത് 5 ലൈൻ ഓഫ് ഐറ്റംസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ. ഒരു ഫീൽഡ് മാപ്പ് ചെയ്തിട്ടില്ല, അത് പേ എന്നുള്ള ഫീൽഡാണ്. ഓക്കെ. ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ മാനുവലി റിക്കൺസൈൽ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ. സോ നമ്മൾ ഇമ്പോർട്ട് കൊടുത്തു. സോ 5 ട്രാൻസാക്ഷൻസും ഇവിടെ ഇമ്പോർട്ടായി. നിങ്ങൾക്ക് ഇവിടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ഡാഷ്ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഫസ്റ്റ് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, അതിൽ അത്യാവശ്യം ചാർട്ട് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സെക്കൻഡ് ഓപ്ഷനാണ് അൺകാറ്റഗറൈസ്ഡ് ട്രാൻസാക്ഷൻ. ഇതെന്താ വെച്ചാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ട്രാൻസാക്ഷനാണ്. ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ഓക്കെ. ഇത് ആൾ ട്രാൻസാക്ഷൻസ്. ഇത് നമ്മുടെ ബാങ്കിലുള്ള ട്രാൻസാക്ഷൻസും നമ്മൾ മാനുവലി ആഡ് ചെയ്ത ട്രാൻസാക്ഷൻസും എല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ അൺകാറ്റഗറൈസ്ഡ് ട്രാൻസാക്ഷൻസ് 0 ആക്കണം. ഇതിലൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ആൾ ട്രാൻസാക്ഷൻസിൽ മാനുവലി ആഡഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസും ഉണ്ടാകാൻ പാടില്ല. എല്ലാം ഒന്നുകിൽ കാറ്റഗറൈസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ മാച്ച്ഡ് ആയിരിക്കണം. സോ നമ്മളിവിടെ അൺകാറ്റഗറൈസ്ഡ് ട്രാൻസാക്ഷൻസിൽ പോയി നമ്മളിവിടെ ഉള്ള ഫസ്റ്റ് എൻട്രി 25,000 റുപ്പീസിൻ്റെ ഓണറുടെ ഡെപ്പോസിറ്റാണ്. നമ്മൾ എൻട്രിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ സോഹോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡേറ്റും എമൗണ്ടും എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാച്ച് ഏതാണെന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. സോ ഇത് പെർഫെക്റ്റ് ആണ്. നമ്മൾ ആൾറെഡി ഇതിൻ്റെ എൻട്രി ഇട്ടതാണ്. സോ ജസ്റ്റ് ഇവിടെ മാച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷൻസും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അങ്ങനെ എല്ലാ എൻട്രീസും നമ്മൾ 1 by 1 ആയിട്ട് മാച്ച് ചെയ്യുക. സോ 2 ട്രാൻസാക്ഷൻസ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, മാച്ച് ചെയ്തു. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മുടെ റെൻ്റാണ്. സോ റെൻ്റ് സെലക്ട് ചെയ്തു. മാച്ച് ട്രാൻസാക്ഷൻസിൽ പോകുമ്പോൾ സോ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ റെൻ്റ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മാച്ച് വന്നു. നാലാമത്തെ ട്രാൻസാക്ഷൻ സെയിൽസിൻ്റെ റെസീറ്റാണ്. ഓക്കെ, അത് മാച്ച് ചെയ്തു. അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ അത് മാച്ച് ചെയ്തു. ഓക്കെ. സോ നമ്മുടെ ബാങ്ക് റീകൺസിലേഷനും കഴിഞ്ഞു. ഇനി നമ്മൾ ബാങ്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും 15,425 സോയിലുള്ള ബാലൻസ്. സോ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ബാലൻസും സെയിം ആണ്. സോ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്കാണ് പോകുന്നത്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും അടിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് എന്താണ്, റിപ്പോർട്ട് എന്താണെന്ന് അറിയണ്ടേ. അതിനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എടുക്കുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ റിപ്പോർട്ട്സ് എന്നുള്ള സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള സെക്ഷനിലേക്ക് പോവാം. സോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡേറ്റ് റേഞ്ചൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് 1 ഏപ്രിൽ 2025 മുതൽ 31 മാർച്ച് 2025 വരെയാണ്. വേണമെങ്കിൽ ഇവിടെ കസ്റ്റമായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റും. 1 ഏപ്രിൽ 2025 മുതൽ 30 ഏപ്രിൽ 2025 വരെ. ഓക്കെ. സോ എന്നിട്ട് റെൻ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മന്തിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടി. സോ ഇവിടെ നമ്മുടെ ടോട്ടൽ സെയിൽസ് 9,000 റുപ്പീസാണ്. ആ 9,000 റുപ്പീസിൻ്റെ സെയിൽസിന് നമുക്ക് വന്ന കോസ്റ്റ് 6,300 ആണ്. സോ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് 2,700 ആണ്. പക്ഷേ ആ മന്തിൽ നമ്മുടെ റെൻറ്റ് 8,000 റുപ്പീസ് ആയിരുന്നു. സോ 5,300 റുപ്പീസ് ലോസിലാണ് ഈ സ്ഥാപനം ആ മാസം റൺ ചെയ്തത്. സോ ഇത് ജസ്റ്റ് ഒരു സിംഗിൾ ട്രാൻസാക്ഷനാണ് നമ്മൾ അടിച്ചിട്ടുള്ളൂ. നോർമൽ ഒരു കമ്പനിക്ക് 2 സെയിൽസ് ഒന്നുമില്ല. 2 സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ഇത്രയും റെൻറ്റ് കൊടുത്തിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. സോ 5,300 എന്നുള്ള ലോസ് ഇവിടെ ജസ്റ്റ് നോമിനൽ മാത്രമാണ്. ഓക്കെ. സോ ഇതാണ് P&L അക്കൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ P&L എടുക്കുക. ഇനി നെക്സ്റ്റ്
ബാലൻസ് ഷീറ്റ്. ഓക്കെ, പിന്നെ റിപ്പോർട്ട്സിൽ പോവാം. ഹോമിൽ ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റ് നമ്മൾ ഇപ്പോൾ ഉള്ള 2 ഡേയിലെ ബാലൻസ് ഷീറ്റ് എടുത്താലും അന്നത്തെ ഡേറ്റിന് എടുത്താലും ഒരേപോലെ ആയിരിക്കും. ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ മാസത്തെ തന്നെ ബാലൻസ് ഷീറ്റ് എടുക്കാം. ഓക്കെ, 30th ഏപ്രിലെ ബാലൻസ് ഷീറ്റ് എടുക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ 15,425 റുപ്പീസ് ബാലൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഇൻവെൻട്രി അസെറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തതിൽ നമ്മൾ 30 കിലോ വാങ്ങി, അതിൽ 10ഉം 8ഉം 18 കിലോ ആണ് നമ്മൾ സെല് ചെയ്തിട്ട് ബാലൻസ് സ്റ്റോക്ക് ഇവിടെ കയ്യിലിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 262 റുപ്പീസ് നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ നമ്മൾ സെല് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റും ഇവിടെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഓണേഴ്സ് ഇക്വിറ്റി ഇപ്പോഴും 25,000 ആണ്. നമ്മുടെ കറണ്ട് ഇയർ ഏണിംഗ് എന്ന് പറയുന്നത് 5,300 റുപ്പീസിൻ്റെ ലോസിലാണ് ഇപ്പോൾ കമ്പനിയുള്ളത്. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് ബാലൻസ് ഷീറ്റ്. ഇങ്ങനെയാണ് നമ്മൾ സോഹോൽ ബാലൻസ് ഷീറ്റ് എടുക്കുക. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഫ്രം സീറോ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഫ്രം സീറോയിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് വരെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇത്ര ഈസി ആയിട്ട് സോഹോ ബുക്സിൽ നമുക്കൊരു കമ്പനിയുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തോളൂ. അക്കൗണ്ടിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ഞങ്ങളതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്.